ചേട്ടാ അടുത്ത കാലത്തായിട്ട് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് അല്ലെങ്കിൽ കലാലയ ജീവിതത്തിൽ നിന്നും നമ്മൾ ഒരുപാട് കേൾക്കുന്ന കഥകളുണ്ട്. അവസാനം നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കുലുക്കിയ ഒരു വിഷയമായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥി മരിച്ചത്, സിദ്ധാർത്ഥന്റെ മരണം. അത് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു. അത് റാഗിങ്ങിന്റെ പേരിലായിരുന്നു. ഇങ്ങനെ ക്യാമ്പസിൽ നിന്നും മരണപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ദുരൂഹതകൾ കൂടി വരികയാണ്. അടുത്തിടയ്ക്ക് വീണ്ടും അമ്മു സജീവൻ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി പത്തനംതിട്ട കോളേജിൽ നിന്നും ക്യാമ്പസിന്റെ മുകളിൽ നിന്നും എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. അതും വലിയ ദുരൂഹതകൾ വരുന്നൊരു കേസാണ്. അപ്പം കലാലയങ്ങളിൽ നിന്നും ഇതേ കൂട്ടുള്ള ദുരൂഹത നിറഞ്ഞ ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? രാഹുല്, നമ്മുടെ രാജ്യത്തെ കലാലയങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ സർഗാത്മകതയുടെ ഇടങ്ങളായിരുന്നു. അതെ, അല്ലെങ്കിൽ ഈ പറയുന്ന കലയുടെ ആലയങ്ങളായിരുന്നു കലാലയങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിന്നും നമ്മുടെ ഇന്നത്തേക്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ കലാലയങ്ങളുടെ രൂപം തന്നെ അല്ലെങ്കിൽ ഭാവം തന്നെ ഇന്ന് അതിൻ്റെ മുഴുവൻ ഒരു സ്ട്രക്ചർ തന്നെ മാറുന്ന ഒരു സാഹചര്യത്തിലാണ്, ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മുടെ കലാലയങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കലാലയങ്ങളിൽ, അത് ഇന്ത്യയിലെ പല വലിയ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ വലിയ മഹത്തായ പാരമ്പര്യമുള്ള നിരവധിയായിട്ടുള്ള ഈ പറയുന്ന വലിയ പ്രതിഭകളെ ഈ ലോകത്തിന് സംഭാവന ചെയ്ത പല കലാലയങ്ങളിൽ നിന്നും വരുന്ന വാർത്തകളൊന്നും തന്നെ ഇപ്പൊ ശുഭകരമായ വാർത്തകളല്ല. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിലെ രോഹിത് വെമുല തെലങ്കാനയിൽ മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറയുന്ന ആത്മഹത്യ ആക്കപ്പെടുന്നു ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത രീതി. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരാൾ മരണപ്പെട്ടാൽ അത് കൊലപാതകമാകാതിരിക്കാനുള്ള ഏറ്റവും വലിയ അടവാണ് എന്ത് ചെയ്യുന്നത്, ആത്മഹത്യ എന്ന് പറയുന്നത്. കാരണം ഓരോ വീടുകളിലെയും പ്രതീക്ഷയോടുകൂടിയാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, കോളേജുകളിലേക്ക് വിടുന്നത്. വീട്ടുകളിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന നല്ല മിടുക്കന്മാരായിട്ടുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കലാലയങ്ങളിലേക്ക് പോകുന്നു. അവർ ആ കലാലയങ്ങളിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ജീവിതത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. ഈ പഠനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോഴാണ് അതൊരു ആത്മഹത്യയിലേക്ക് എത്തുന്നത്. ശാരീരികവും മാനസികമായിട്ട് അവരെ പീഡിപ്പിക്കുന്നത് നിരവധിയായിട്ടുള്ള ഉദാഹരണം ഇവിടെ കേരളത്തിൽ നമുക്കറിയാം. ഇവിടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഫീസ് അടയ്ക്കുന്നതിന്റെ പേരിൽ രജനി എസ് ആനന്ദിന്റെ മരണം മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുന്ന സമയത്ത് എത്രയെത്ര പെൺകുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, അത് എത്രയെത്ര ആൺകുട്ടികളാണ് എന്ത് ചെയ്യുന്നത്. നിഗൂഢമായ സാഹചര്യത്തിൽ നമ്മൾ ആത്മഹത്യ എന്ന പേരിലോ കൊലപാതകം എന്ന പേരിലോ അല്ലെങ്കിൽ ക്യാമ്പസ് റാഗിംഗ് മരണം എന്ന പേരിലോ ഒക്കെ വിളിക്കുന്ന ഈ വിളിപ്പേരുകൾ നമ്മൾ ഇടുന്ന മരണങ്ങൾ സംഭവിക്കുന്നത്. എന്ത് വിളിച്ചാലും ഇതൊരു മരണമാണല്ലോ. അതെ, ഓരോ കുടുംബങ്ങളുടെയും പ്രത്യാശയാവേണ്ട പ്രതീക്ഷയാവേണ്ട കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ കലാലയങ്ങളിൽ എന്ത് ചെയ്യുന്നത്, ക്രൂരമായി മരണപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്ന കുറേ കുട്ടിക്കൂട്ടങ്ങൾ, അവരാണ് ഈ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. അവർക്കെന്നും മേധാവിത്വം വേണം. അതിനുവേണ്ടി മറ്റുള്ളവരെ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും നമ്മൾ സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ കലാലയങ്ങളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കലാലയങ്ങളുടെ സംരക്ഷകരായിരുന്നു പണ്ട് വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത്. അത് ഏത് വിദ്യാർത്ഥി സംഘടനയായിക്കോട്ടെ, അത് KSU ആവട്ടെ, SFI ആവട്ടെ, മറ്റ് വിദ്യാർത്ഥി സംഘടനകളാവട്ടെ. പക്ഷേ ഇടക്കാലം കൊണ്ട് ഇവിടെ ചില മാനേജ്മെന്റുകളും അല്ലെങ്കിൽ ചില നിക്ഷിപ്തരായിട്ടുള്ള രക്ഷിതാക്കളുടെ താല്പര്യങ്ങൾ കൊണ്ടും ഒരു പരിധിവരെ സർക്കാരുകളുടെ തെറ്റായ സമീപനങ്ങൾ കൊണ്ടും കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നും ഒരു കാലത്ത് സർഗാത്മകതയുടെ വിളയനങ്ങളാക്കിയിരുന്ന വിദ്യാർത്ഥി സംഘടനകളെ എന്ത് ചെയ്തു, നശിപ്പിക്കുകയും ആട്ടിപ്പായിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു പരിധിവരെ അതിൽ വിദ്യാർത്ഥി സംഘടനകളും ഉത്തരവാദികളുണ്ട്. കാരണം എന്താണ്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ അക്രമ രാഷ്ട്രീയത്തിലേക്ക് പല രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളും എന്ത് ചെയ്തു, അവർക്കുള്ള തീർച്ചയായിട്ടും കലാലയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഏകാധിപത്യത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി, മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ കലാലയങ്ങളെയൊക്കെ തന്നെ എന്ത് ചെയ്തു, അക്രമങ്ങളുടെ കളരികളാക്കി ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ മാറ്റി. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ റാഗിംഗ് എന്ന പേരിൽ അവരെ വന്ന് ചൂഷണം ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ എന്ത് വൃത്തികേടും എന്ത് ചെയ്യാം, ആ കലാലയത്തിൽ ചെയ്യാം. അതെ, അവർക്ക് അതിന്റെ ഒരു മേലങ്കി അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി സംഘടനയുടെ മേലങ്കി എന്ത് ചെയ്യാം, എടുത്തുപയോഗിക്കാമെന്നുള്ളൊരു ഘട്ടം വന്നു. അതെ, ഒരു ഭാഗത്ത് അങ്ങനെ പറയുമ്പോഴും മറ്റു ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കുന്ന കോളേജുകളിൽ നിന്നും ഒരുപാട് വാർത്തകൾ വരുന്നു. നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രൊഫഷണൽ കലാലയങ്ങളിൽ ഒന്നും തന്നെ വിദ്യാർത്ഥി സംഘടനകളില്ല. അവിടെയൊക്കെ തന്നെ അരാഷ്ട്രീയവാദ കൂട്ടങ്ങളാണുള്ളത്. അവിടെയൊക്കെ മതമൗലികവാദികളാണുള്ളത്. അവിടെയൊക്കെ ലഹരി സംഘങ്ങളാണുള്ളത്. അവരൊക്കെ തന്നെ ഇന്ന് കലാലയങ്ങളെ എന്ത് ചെയ്യുന്നു, കാർന്നെടുക്കുന്നു, അടക്കി ഭരിക്കുന്നു. ഇന്ന് നമ്മുടെ കലാലയങ്ങളിലേക്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കലാലയങ്ങളുടെയൊക്കെ പ്രവേശനോത്സവത്തിന്റെ മുന്നിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന സ്വാഗതം അരുളിക്കൊണ്ട് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത് ആരൊക്കെയാണ്?
പണ്ട് വിദ്യാർത്ഥി സംഘടനകളായിരുന്നെങ്കിൽ ഇന്ന് അരാഷ്ട്രീയവാദ കൂട്ടങ്ങളാണ് എന്ത് ചെയ്യുന്നത്? കുറെ ഗ്യാങ്ങുകളാണ്. യെസ്, ഗ്യാങ്ങുകളാണ്. ഈ ഗ്യാങ്ങുകളുടെയൊക്കെ പിന്നിൽ ആരാണുള്ളത്? മദ്യപാന ലഹരി കൂട്ടങ്ങൾ തന്നെ ആയിരിക്കും. കേരളത്തിലെ കലാലയങ്ങളെ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു. അവരാണ് ക്യാമ്പസുകൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾ ക്രൂരമായ പീഡനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ക്യാമ്പസുകളിൽ ഇരയാകുന്നു. അതിനെ അവർ ഓപന പേരിട്ട് എന്ത് ചെയ്യുന്നു? റാഗിങ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സീനിയർ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളെന്ന് പറയുന്നു. അപ്പൊ ഇന്ന് മാനേജ്മെന്റുകൾക്കോ, അല്ലെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് രാഹുലെ, ഇതിൽ നിന്നും സർക്കാരിനും മാനേജ്മെന്റുകൾക്കും ഇവിടുത്തെ രക്ഷിതാക്കൾക്കും ഒരു പരിധി വരെ വിദ്യാർത്ഥി സംഘടനകൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? കൈകടത്താൻ കഴിയില്ല. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുകൂടാൻ കഴിയുകയില്ല. കാരണം അവർക്കെല്ലാം അവരുടേതായ എന്തുണ്ട്, ഇതിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാക്കുന്നതിൽ ഒരു പങ്കുണ്ട്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ വിദ്യാർത്ഥി സംഘടനകളെ പടിയടച്ചാക്ഷേപിക്കുന്നു, പടിയടക്കി വിടുന്നു. മാനേജ്മെന്റുകളിൽ എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായ സമീപനങ്ങൾ എടുക്കുന്നു. നമ്മുടെ ഈ പറയുന്ന നീതിപീഠങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിധികൾ വരുന്നു. അങ്ങനെ സർക്കാരുകളുടെ സമീപനങ്ങൾ പോലും എന്താണ്? വിദ്യാർത്ഥികൾക്ക് എതിരായ, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇവിടുന്ന് പടിയിറക്കുമ്പോൾ അതേ സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ആരാണ്? ലഹരി കൂട്ടങ്ങൾ തന്നെയാണ്. അരാഷ്ട്രീയവാദികളും ഈ പറയുന്ന ലഹരി മതമൗലികവാദികളും. മതമൗലികവാദികളെ കുറിച്ച് നമ്മൾ പഠിക്കണം. കാരണം പല ക്യാമ്പസുകളിലെയും പല സംഘടനകളും ഇന്ന് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? നേരത്തെ ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ ആളുകളുടെ ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ ഒരുമിച്ച് ആർത്തുല്ലസിച്ച നമ്മുടെ കലാലയങ്ങളിലൊക്കെ തന്നെ ഇന്ന് മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് മതപരമായ വിഭജനങ്ങൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്കിടയിൽ നടത്തുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ നടക്കുന്നു. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. പണ്ട് നമ്മളൊക്കെ പഠിച്ച സമയത്ത് കോളേജുകളിലോ അല്ലെങ്കിൽ കലാലയങ്ങളിലോ എങ്ങനെയായിരുന്നു? എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ഒരുമിച്ചായിരുന്നു ആഘോഷിക്കുന്നത്. അല്ല, എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ലോകത്തെ എന്ത് വിഷയം നടന്നാലും ആദ്യമേ അതിന്റെ പ്രക്ഷോഭം നടക്കുന്ന കേരളത്തിലെ ക്യാമ്പസുകളിലായിരുന്നു. ഇന്ന് ക്യാമ്പസുകളെ വിഭജിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതെ, നമ്മൾ കണ്ടോ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകളോ ഇത് കാണാത്ത അവസ്ഥയിലേക്കാണ്. പക്ഷെ ഇന്ന് കൃത്യമായി രാഷ്ട്രീയം സംസാരിക്കുന്ന, സർഗാത്മക ചർച്ച ചെയ്യുന്ന എത്ര ക്യാമ്പസുകളുണ്ട്? സർഗാത്മകത സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ എന്താണ് ആർക്കും വേണ്ടാത്തവരെന്ന് വിളിക്കുന്ന ആളുകൾ പഠിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനമുള്ളൂ. അതിനപ്പുറത്തോട്ട് ഒരു കോളേജുകളില്ല. പലപ്പോഴും നോക്കും, ഈ മിഷണറീസ് നടത്തുന്ന കോളേജുകൾ, അവിടെ പലപ്പോഴും രാഷ്ട്രീയ സംഘടനകളില്ല. എന്നിരുന്നാലും അവിടെ ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ അവരെ അത്രത്തോളം ക്രൂരമായി മാനസികമായി പീഡിപ്പിക്കുന്നുണ്ട്. അല്ല, ഇവിടെ മാനേജ്മെന്റുകളെ നമ്മളൊരു പ്രത്യേക അതിനൊരു കമ്മ്യൂണിറ്റി സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ മാനേജ്മെന്റുകളൊക്കെ തന്നെ എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ്? കച്ചവടം, തലവരി പണം വാങ്ങുക, ഫീസ് കൂട്ടുക, ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് എന്ത് ചെയ്യുക? പണം മേടിക്കുക. അപ്പോൾ അതിനാരാണ് അവിടെ തടസ്സം നിൽക്കുന്നത്? എപ്പോഴും വിദ്യാർത്ഥി സംഘടനകളാണ്. അതെ. അപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്തായി? അവർക്ക് കച്ചവടം നടത്തണമെന്നുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. കാരണം ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സേവനം എന്ന രീതിയിലായിരുന്നു കേരളത്തിൽ എന്ത് ചെയ്തത്? പ്രധാനമായിട്ടും ഈ പറയുന്ന, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഈ പറയുന്ന ക്രിസ്തീയ സഭകളായാലും മുസ്ലിം മാനേജ്മെന്റുകളായാലും ഹിന്ദു സമുദായ മാനേജ്മെന്റുകളായാലും ഒക്കെ തന്നെ എന്താണ്, സർക്കാർ സ്കൂളുകളെക്കാട്ടി കൂടുതൽ ഒരു സേവന തൽപരതയോടുകൂടിയായിരുന്നു ഈ കലാലയങ്ങളും സ്കൂളുകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അതല്ലല്ലോ സ്ഥിതി. ഇന്ന് ഓട്ടോണമസ് കോളേജുകൾക്ക് വേണ്ടിയും, അല്ലെങ്കിൽ ഈ പറയുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് വേണ്ടിയും ഇവിടെ എന്താണ് എത്ര രൂപ തലവരി പണമായിട്ട്, എത്ര രൂപ കോഴപ്പണമായിട്ട് കൊടുത്തിട്ടാണല്ലോ ഇവിടെ വിദ്യാർത്ഥികളെ കയറ്റുന്നത്. അപ്പൊ അത്തരത്തില് കേരളത്തിലെ കലാലയങ്ങളെ എന്താക്കുകയാണ്? നശിപ്പിക്കുകയും കേരളത്തിലെ കലാലയങ്ങളുടെ സർഗാത്മകത ഇല്ലാതാക്കുകയും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ, നേരത്തെ പറയുമല്ലോ, കൂട്ടാത്മഹത്യകളാണ് നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു ആത്മഹത്യ എന്ന പേരിൽ മാത്രം ഇതിനെ എന്ത് ചെയ്യാൻ കഴിയില്ല? തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു സംഘടിതമായ കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷെ ഒരു അന്വേഷണവും എന്ത് ചെയ്യുന്നില്ല. ഈ ലഹരി കൂട്ടങ്ങൾ കൃത്യമായി വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ മാനസികമായി പീഡിപ്പിക്കുകയാണ്. പലപ്പോഴും പല ക്യാമ്പസുകളും നമുക്ക് അറിയാം, ക്യാമ്പസുകളിൽ ഒരു റാഗിങ് നടന്നു കഴിഞ്ഞാൽ അത് പുറത്തു വരാൻ വളരെ പാടാണ്. ഇപ്പം നമ്മൾ വെറ്റിനറി കോളേജിൽ തന്നെ ആ വിഷയം നോക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പോലീസുകാരോട് പോലും ആ ഒരു റാഗിങ് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ മടിച്ചിരിക്കുന്ന ഒരു സമയം. അത് മാത്രമല്ല, എല്ലാ ക്യാമ്പസുകളിലും ഇത് തന്നെയാണ്. മറ്റു വിദ്യാർത്ഥികൾ ആരും ഈ കാര്യം പുറത്തു പറയത്തില്ല. ക്യാമ്പസിനെ സംബന്ധിച്ച് ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അത് പുറത്തറിയത്തില്ല, അധ്യാപകർ പോലും അറിയത്തില്ല. വിദ്യാർത്ഥികൾ പേടിയാണ് ഇതേപോലുള്ള കൂട്ടത്തെ. ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ, അവനെതിരെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ ജീവനോട് ഉണ്ടാവില്ല എന്നൊരു ഭയം എന്തും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാരാണ് ഇത്രയും വളം വെച്ചു കൊടുക്കുന്നത്?
ഇവിടുത്തെ പൊതുസമൂഹമാണ്. അതെ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെ നടക്കണമെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ സർക്കാരുകളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്, അവർക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. കാരണം ഇവിടെ അത് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിലെ ക്യാമ്പസുകൾ പഠിക്കുന്നുണ്ട്. അവിടെയാണ് ചോദ്യം. അപ്പൊ നമ്മൾ വാതോരാതെ സംസാരിക്കുമ്പോൾ, അല്ലെ വാതോരാതെ ഉപദേശങ്ങൾ നൽകുമ്പോൾ, വാതോരാതെ പ്രസംഗിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ സ്വന്തം ജീവിതത്തിൽ എന്ന ചോദ്യം കൂടി വ്യക്തമാണ്. അതെ, കാരണം അവിടെ ഇവിടെ ആർക്ക് എന്ത് ചെയ്താൽ അവർക്ക് എന്താണ്? കാരണം നമ്മൾ പരിശോധിക്കുക എത്ര പേരുടെ മക്കൾ പഠിക്കുന്നുണ്ട്. പലരുടെ മക്കൾ പഠിക്കുന്നത്, പലരുടെ മക്കൾ വിദേശത്താണ് പഠിക്കുന്നത്. അല്ല, വിദേശത്ത് പഠിക്കുന്നത് തെറ്റാണെന്നല്ല, അല്ല, പക്ഷേ വിദേശത്ത് പഠിക്കുമ്പോഴും നമ്മുടെ നാട്ടില് ഇവിടെ ഒരു ഭാഗത്ത് നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് എത്രമാത്രം അപ്പോൾ ജനങ്ങൾ അംഗീകരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊരു തീരുമാനമെടുക്കാം. കേരളത്തിലെ കലാലയങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തുകയും ഇതിലൊക്കെ തന്നെ ഒരു കേസുകളിലും എന്ത് ചെയ്യുന്നില്ല, കുട്ടികളെ എന്ത് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അധ്യാപകരെ എന്ത് ചെയ്യുന്നില്ല, അവർ കുട്ടികളല്ലേ എന്ന് പറഞ്ഞപ്പോഴും തള്ളിക്കളയുകയാണ്. നമ്മൾ കണ്ടാണ് പല ക്യാമ്പസുകളും ഇതുകൊണ്ടുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ അവരെ കുട്ടികൾ എന്ന പേരിൽ മാറ്റി നിർത്തുകയാണ്. അവർ കുട്ടികൾ മാത്രമല്ല, നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരേണ്ടതാണ്. തീർച്ചയായിട്ടും അതെ, ഇന്ന് നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നാളെ അവർ കൊടും ക്രിമിനലുകളായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ കുട്ടികളാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റി നിർത്തരുത്. ക്യാമ്പസുകളിൽ ഇങ്ങനെ കൈയടക്കുമ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും അവിടെ പഠിക്കാൻ അവകാശമുണ്ട് എന്നിവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾ വേണ്ട എന്ന് പറയുന്ന ആളുകൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിദ്യാർത്ഥി സംഘടന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇന്നും പല ക്യാമ്പസുകളിലും എത്താത്തത്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠിക്കാൻ, സ്വൈര്യമായി പഠിക്കുവാൻ, ഫീസ് ഈ പറഞ്ഞ പോലെ കച്ചവട വിമുക്തമായിട്ട് പഠിക്കുവാൻ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഗ്രാന്റോട് പഠിക്കുവാൻ, എല്ലാം കൺസെഷൻ ഉൾപ്പെടെ എല്ലാം തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ നിരന്തരമായ ഇടപെടലിന്റെ ഫലമാണ്.